Hello, welcome to the channel, and today in this session we are trying to focus on the subject, the history of English language. നമ്മൾക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇടപഴകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഈ ഭാഷയ്ക്ക് തന്നെ ഒരു വലിയൊരു ചരിത്രം പറയാനുണ്ട്. അതിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. Now, the history of English language starts when a group of Anglo-Saxon tribes invaded to the current Britannia and pushed the residents away. നമ്മൾക്കറിയാം, ലോകത്തെപ്പോഴും ട്രൈബുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഒരു പ്രത്യേക വർഗ്ഗങ്ങൾ, ഗോത്രവർഗ്ഗങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ട്രൈബുകൾ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ ബ്രിട്ടാനിയ എന്ന് പറയുന്ന, ഇന്ന് നമ്മൾ ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആംഗ്ലോ സാക്സൺ ട്രൈബ് കയറി വരികയും അവിടെ അന്ന് നിലനിന്ന് പോകുന്ന, എക്സിസ്റ്റ് ചെയ്ത് പോകുന്ന ട്രൈബിനെ തള്ളി മാറ്റുകയും അവരെ അവിടെ നിന്ന് അകറ്റുകയും ചെയ്യുന്നതിലൂടെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോട്ട് ചെയ്യുന്നത്. ദ ആംഗിൾസ് കെയിം ഫ്രം ഇംഗ്ലണ്ട് ആൻഡ് ദെയർ ലാംഗ്വേജ് വാസ് കോൾഡ് ഇംഗ്ലീഷ്, ഫ്രം വിച്ച് ദ വേർഡ്സ് ഇംഗ്ലണ്ട് ആൻഡ് ദ ഇംഗ്ലീഷ് ആർ ഡിറൈവ്ഡ്. അതായത് ഈ ആംഗ്ലോ സാക്സൺ ട്രൈബുകളിൽ നിന്നാണ്, അവരുടെ ഭാഷയിൽ നിന്നാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നതും ഇംഗ്ലണ്ട് എന്ന് പറയുന്ന വാക്കും വന്നത്. ഇവർ യൂസ് ചെയ്തിരുന്ന ഭാഷേനെ പറഞ്ഞത് ഇംഗ്ലീഷ് എന്നാണ്. ആ ഭാഷയിൽ നിന്നാണ് ഇംഗ്ലീഷ് എന്ന വേർഡ് ഡിറൈവ് ചെയ്യുന്നത്. Now, the history of English language has traditionally been divided into three main periods. മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ്, മൂന്ന് ടൈം പീരീഡിലായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയുടെ ചരിത്രം എപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ളത്. ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ ഇംഗ്ലീഷ്. English is a West Germanic language, okay, and it had originated from the Anglo-Saxon dialects brought to Britain by Germanic invaders or settlers from the places which are now called Northwest Germany and the Netherlands. A large part of the modern English vocabulary came from the Anglo-Norman languages too. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു ബോറോയിങ് ലാംഗ്വേജ് ആയിട്ടാണ്. ഓക്കെ, Now, Middle English differed from Old English because of two inventions which occurred during the Middle Ages. രണ്ട് ഇൻവെൻഷൻസ് കൊണ്ടാണ് മിഡിൽ ഇംഗ്ലീഷ് ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ആദ്യത്തേത്, the first invention was by people who spoke North Germanic languages. They conquered and colonized parts of Britain during the 8th and 9th centuries AD. Now, coming to the second invention. The second invention was by the Normans of the 11th century who spoke Old Norman and eventually developed an English form, therefore called Anglo-Norman. The vocabulary used beginning in the time of Middle English heavily influenced many organizations including the church, the court system and government. In Old English like varumbo, the time frame of Old English was 450 to 1100 AD. In the case of English, it is safe to say that the language did not exist before the West Germanic tribes settled Britain. ബ്രിട്ടനിലേക്ക് വെസ്റ്റ് ജർമാനിക് ട്രൈബ്സ് വരുന്നതിന് മുൻപ് വരെ ഈ ഒരു ലാംഗ്വേജ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. During the 5th and 6th centuries AD, West Germanic tribes from Jutland and southern Denmark invaded the British Islands. 5th and 6th centuriesൽ വെസ്റ്റ് ജർമാനിക് ട്രൈബ്സ്, അതായത് ജൂട്ട്ലാൻഡിൽ നിന്നും സദേൺ ഡെൻമാർക്കിലുമുള്ള ജർമാനിക് ട്രൈബ്സ് ബ്രിട്ടൻ ഐലൻഡിലേക്ക് വരാണ്. These tribes, which included the Angles, Saxons and Jutes, spoke a Germanic language now termed as Old English. ഈ ജൂട്ട്ലാൻഡ്, സദേൺ ഡെൻമാർക്ക്, ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും വന്ന വെസ്റ്റ് ജർമാനിക് ട്രൈബ്സ്, ഇവരിൽ ആംഗിൾസ്, സാക്സൺസ്, ജൂട്ട്സ്, ഇങ്ങനെ 3 ട്രൈബിൽ പെട്ട ആളുകളുണ്ടായിരുന്നു. അവർ കോമണായി സംസാരിച്ചിരുന്ന ഒരു ഭാഷ ഉണ്ടായിരുന്നു, ഒരു ജർമാനിക് ലാംഗ്വേജ്. ഇന്ന് അതിനെ പറയുന്ന പേരാണ് ഓൾഡ് ഇംഗ്ലീഷ്. ഇവർ സംസാരിച്ചിരുന്ന ഭാഷയാണ് ഓൾഡ് ഇംഗ്ലീഷ്. Now, out of these tribes, 4 major dialects of Old English emerged.
ഇവരുടെ, അതായത് ഈ 3 ട്രൈബുകളുണ്ടല്ലോ, ആംഗേഴ്സ്, സാക്സൺസ് ആൻഡ് ജൂട്സ്, ഈ 3 ട്രൈബുകളിൽ നിന്നുമാണ് ഓൾഡ് ഇംഗ്ലീഷിൻ്റെ 4 മേജർ ഡയലക്ട്സ് എമേർജ് ആവുന്നത്. ഈ 4 ഡയലക്ട്സ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നോർത്തുംബേറിയൻ, മെറിക്കൻ, വെസ്റ്റ് സാക്സൺ ആൻഡ് കെൻറ്റിഷ്. ഇത് 4ഉമായിരുന്നു ഈ ഡയലക്ട്സ്. ഇനി നോർത്തുംബേറിയൻ ഇൻ നോർത്ത് ഓഫ് ഇംഗ്ലണ്ട്, ആ ഭാഗങ്ങളിലാണ് ഉപയോഗിച്ചിരുന്നത്. മെറിക്കൻ in the Midlands and West Saxon in the South and West. കെൻറ്റിഷ് ഉപയോഗിച്ചിരുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലായിരുന്നു. ഇനി നമ്മൾക്ക് പൊതുവേ ഒരു സംശയം ഉണ്ടാവാം, ഈ ജർമാനിക് ട്രൈബ്സ് ഇൻവേഡ് ചെയ്യുന്നതിന് മുൻപ് ശരിക്കും ബ്രിട്ടനിൽ ആരായിരുന്നു, ഏത് ട്രൈബായിരുന്നു നിലനിന്നിരുന്നതെന്ന്. ബിഫോർ ദ ജർമാനിക് ട്രൈബ്സ് അറൈവ്ഡ്, ദ കെൽറ്റ്സ് were the original inhabitants of Britain. When the Germanic tribes invaded England, they pushed the Celt-speaking inhabitants out of England into what are now Scotland, Wales, Cornwall and Ireland. മുൻപ് ഇവിടെ നിലനിന്നിരുന്ന, ബ്രിട്ടനിൽ നിലനിന്ന ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത് കെൽട്ട് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ആയിരുന്നു. അവരെ ഈ ജർമാനിക് ട്രൈബ്സ് വന്നതോടുകൂടി ഇവരെ പുറത്താക്കുകയാണ്. ഇവർ എങ്ങോട്ട് പുഷ്ഡ് അവേ ആയി? സ്കോട്ട്ലാൻഡ്, വെയിൽസ്, കോൺവാൾ, അയർലൻഡ്, നമ്മളിപ്പോൾ പറയുന്ന ഈ സ്ഥലങ്ങളിലേക്കാണ് ഈ കെൽറ്റ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ട്രൈബിൽ പിന്നീട് മാറിയത്. Old English varied widely from modern Standard English. Native English speakers today would find Old English meaningless without studying it as a separate language. But English remains a Germanic language, and approximately half of the most commonly used words in modern English have Old English roots. The words being strong and water, for example, derive from Old English. Many non-standard dialects such as Scots and Northumbrian English have taken features of Old English in vocabulary and pronunciation. തീർച്ചയായും നമ്മൾക്കിപ്പോൾ ഓൾഡ് ഇംഗ്ലീഷിലുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് തന്നാൽ അത് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്, ഇൻഫാക്റ്റ് എ ഹെർക്കുലിൻ ടാസ്ക്. കാരണം നമ്മൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അക്നോളജ് ചെയ്യാനോ കഴിയാതെ പോകും. Now, in the 10th and 11th centuries, Old English was strongly influenced by the North Germanic language. Old Norse, spoke by the Norsemen who invaded and settled mainly in the northeast of England. The introduction of Christianity late in the 6th century encouraged the addition of over 400 Latin loanwords such as priest, paper and school and other few Greek loanwords. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നതിൻ്റെ സ്പെഷ്യാലിറ്റി പലതിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടും അഡാപ്റ്റ് ചെയ്തിട്ടും ഒക്കെയും വരുന്നതാണ്. ഇൻ ദ 10th and 11th centuries, ആ ഒരു കാലഘട്ടത്തിൽ ഓൾഡ് ഇംഗ്ലീഷ് വാസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി നോർത്ത് ജർമാനിക് ലാംഗ്വേജ്. ഓൾഡ് ഇംഗ്ലീഷ് ആ കാലഘട്ടത്തിൽ, അതായത് 10-11 നൂറ്റാണ്ടുകളിലെ ഓൾഡ് ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് മറ്റൊരു ഭാഷയിൽ നിന്നാണ്, ഓൾഡ് നോർസ് എന്ന് പറയുന്ന ലാംഗ്വേജ്, വിച്ച് വാസ് സ്പോക്കൺ ബൈ ദി നോർസ്മെൻ ഹു ഇൻവേഡഡ് ആൻഡ് സെറ്റിൽ മെയിൻലി ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്. അവർ സംസാരിച്ചിരുന്ന ഒരു ഭാഷയുടെ ഹൈ ഇൻഫ്ലുവൻസ് ഓൾഡ് ഇംഗ്ലീഷിൽ കാണാൻ കഴിയും. The Old English period formally ended sometime after the Norman conquest, when the language was influenced to an even greater degree by the Normans, who spoke a French dialect called Old Norman. ഈ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, അത് എപ്പോഴാണ് അവസാനിക്കുന്നത്? നോർമൻ കോൺക്വസ്റ്റ് നടന്നതിന് തൊട്ട് ശേഷം തന്നെയാണ് ഇതിൻ്റെ ഒരു എൻഡിങ് വരുന്നത്. കാരണം ആ ഒരു സമയത്തോടുകൂടി ലാംഗ്വേജ് വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. നോർമൻസിൻ്റെ ലാംഗ്വേജുമായിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു ഇതിനോടകം. അങ്ങനെയാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിനൊരു എൻഡ് വരുന്നത്. ഇനി ദ മോസ്റ്റ് ഫേമസ് വർക്ക് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലെ ഒരു വളരെ ഫേമസ് വർക്കായിട്ട് നിങ്ങൾക്കറിയാവുന്നൊരു വർക്ക് ഏതാണ്? The most famous surviving work from the Old English period is the epic poem Beowulf, composed by an unknown poet. നമ്മൾക്ക് അന്ന് എഴുതിയ വർക്കുകളോ അല്ലെങ്കിൽ അന്ന് നിലനിന്ന ആർട്ടിസ്റ്റുകളുടെ കൂടുതൽ ഡീറ്റെയിൽസും ഒന്നും നമുക്കറിയില്ല. പക്ഷേ ദ മോസ്റ്റ് ഫേമസ് സർവൈവിങ് വർക്ക്
ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ആൻ എപ്പിക് പോം written by an unknown poet called Beowulf. ഇനി മിഡിൽ ഇംഗ്ലീഷ്. മിഡിൽ ഇംഗ്ലീഷിൻ്റെ ടൈം സ്പാൻ 1100 to 1500 AD വരെയാണ്. Now in 1066, William the Conqueror, Duke of Normandy, invaded and captured England and the Anglo-Saxons. 1966 വില്യം എന്ന് പറയുന്ന നോർമൻഡിയിലെ ഡ്യൂക്ക് ഓഫ് നോർമൻഡി ഇംഗ്ലണ്ടിനെ ഇൻവേഡ് ചെയ്യുകയും ക്യാപ്ചർ ചെയ്യുകയും ചെയ്യാണ്. ഇംഗ്ലണ്ടിനെയും അതേപോലെ അവിടെ അധിവസിച്ച് പോകുന്ന ആംഗ്ലോ സാക്സൺസും വില്യം ദ കോൺക്കറിൻ്റെ പിടിയിലാവുകയാണ്. ആഫ്റ്റർ ദ ഇൻവെൻഷൻ ദ നോർമൻ കിങ്സ് ആൻഡ് ദ നൊബിലിറ്റീസ് spoke a dialect of Old French known as Anglo-Norman, while English continued to be the language of the common people. ഈ ഒരു ഇൻവെൻഷനിലൂടെ എന്താണ് ഉണ്ടായത്? ദ നോബിൾ പീപ്പിൾ, അതായത് നോർമൻ കിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വളരെ പ്രമുഖരായിട്ടുള്ള നോബിലിറ്റി, നോബിൾ പീപ്പിൾ, ഇവരെല്ലാവരും തന്നെ സംസാരിച്ച് തുടങ്ങിയത് അല്ലെങ്കിൽ സംസാരിച്ച് പോകുന്നത് ഡയലക്റ്റ് ഓഫ് ഓൾഡ് ഫ്രഞ്ച് ആണ്. ആംഗ്ലോ നോർമൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജാണ് അവർ ചൂസ് ചെയ്തതെങ്കിൽ കോമൺ പീപ്പിൾ ഇംഗ്ലീഷ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. സോ ഇംഗ്ലീഷ് became the language of the common people. In this period, the French language was regarded like an official language in England, but this tendency would disappear in the 14th century. ഈ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ വളരെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് കണ്ടുപോകുന്ന ഒരു ലാംഗ്വേജായി ഫ്രഞ്ച് മാറുകയും, പക്ഷേ 14th സെഞ്ചുറിയോടുകൂടി ഈ ഒരു പ്രവണത ഡിസപ്പിയർ ആവുകയും ചെയ്യാണ്. Now, English literature appeared after 1200 AD, when a changing political climate and the decline in Anglo-Norman made it more respectable. അതായത് 1200 AD ഈ ഒരു സമയത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റിന് ഒരു വ്യത്യാസം വരികയും ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. ആൻഡ് ഇതേ സമയത്ത് തന്നെ ആംഗ്ലോ നോർമൻ ഒരു ഡിക്ലൈനിലേക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഈ ഒരു സമയത്ത് വന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് കുറേ കൂടി റെസ്പെക്റ്റ് ലഭിക്കുകയാണ്. ആൻഡ് ഒരുപാട് ഇൻസിഡൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമായിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഈ ഒരു സമയത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. such as the provisions of Oxford released in 1258 was the very first English government document to be published in the English language after the Norman invention. അതേപോലെ in 1362 Edward III became the first king to address Parliament in English. By the end of the century, even the royal court had switched to English. Anglo-Norman remained in use in limited circles somewhat longer, but it had ceased to be a living language. അപ്പോൾ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ആംഗ്ലോ നോർമൻ ലാംഗ്വേജിനെ ഒരു പിന്നാക്കം, ഒരു ഡിക്ലൈൻ നേരിടുന്നതും അതേസമയം ഇംഗ്ലീഷ് ഏതൊക്കെ രീതികളിലാണ് മുന്നോട്ട് വന്നതും എന്നാണ് ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത. ഈ ഒരു സമയത്താണ് അതെല്ലാം സംഭവിക്കുന്നത്. And on that time, Geoffrey Chaucer is the most famous writer from the Middle English period, and Canterbury Tales is his best known work. ഇംഗ്ലീഷിനെ പറ്റി സംസാരിക്കുമ്പോൾ കാൻറ്റർബറി ടേൽസും ജെഫ്രി ചോസറും we can't ignore these both. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മിഡിൽ ഇംഗ്ലീഷിനെ പറ്റിയിട്ട് എപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ. Now we are moving to modern English. 15th സെഞ്ചുറിയിൽ തൊട്ടാണ് മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് എന്ന് നമുക്ക് പറയാവുന്ന ആ ഒരു ഘട്ടം ആരംഭിക്കുന്നത്. മോഡേൺ ഇംഗ്ലീഷ് is often dated from the Great Vowel Shift which took place mainly during the 15th century. 15th സെഞ്ചുറിയിൽ നടന്ന ഒരു വളരെ പ്രൈമായിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ്, ദി ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ്. ഇനി എന്താണ് ഈ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? It was a series of changes in the pronunciation of the English language that took place primarily between 14th and 17th century. അതായത് 14ഉം 17ഉം സെഞ്ചുറി ആ ഒരു ടൈമിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അന്ന് ഉണ്ടായിപ്പോന്ന ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷനിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുകയാണ്.
ആ ഒരു ചേഞ്ചസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച ഒരു വാക്കാണ് ദ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ത്രൂ ദിസ് വവൽ ഷിഫ്റ്റ് ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ഓൾ മിഡിൽ ഇംഗ്ലീഷ് ലോങ് വവൽസ് വാസ് ചേഞ്ച്. ലോങ് വവൽസിൻ്റെ പ്രൊനൗൺസിയേഷൻ ആകെ മാറാണ്. അതേപോലെ ചില കോൺസണൻസ് സൗണ്ട്സ് വാസ് ഓൾസോ ചേഞ്ച്ഡ്. ഓക്കെ, and the standardization of English spelling began in the 15th and 16th centuries. നമ്മളുടെ ഇംഗ്ലീഷ് സ്പെല്ലിങ്ങിൽ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് കടന്നു വരികയാണ്. അത് വന്നത് ഈ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലാണ്, 15th and 16th century, ഈ ഒരു ടൈം പീരീഡിലാണ്. Also, the Great Vowel Shift was first studied by Otto Jespersen. അദ്ദേഹം ഒരു ഡാനിഷ് ലിംഗ്വിസ്റ്റ് ആയിരുന്നു. ആൻഡ് ഹി വാസ് ദ വൺ ഹു കോയിൻ ദിസ് ടേം. ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. ഹി കോയിൻ ദ ടേം. ആൻഡ് നോട്ട് ഓൺലി ദിസ് ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ്, ഇത് മാത്രമല്ല പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ശരിക്കും മോഡേൺ ഇംഗ്ലീഷിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ്. After William Caxton established his printing press at Westminster Abbey, printing brought standardization to English. നമ്മൾ പറഞ്ഞല്ലോ സ്റ്റാൻഡർഡൈസേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഗ്രേറ്റ് വവൽ ഷിഫ്റ്റിലും സൂചിപ്പിച്ചത്. The same is here happening with the introduction of a printing press by William Caxton. By the time of Shakespeare, the language had become clearly recognizable as modern English. ഷേക്സ്പിയറിൻ്റെ ആ ഒരു സമയത്തോടു കൂടി തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, അദ്ദേഹം ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, ആ ഒരു സമയത്ത് നിലനിന്ന് പോന്നിട്ടുള്ള ലാംഗ്വേജ് എല്ലാം തന്നെ മോഡേൺ ഇംഗ്ലീഷ് ആകുന്നു എന്ന രീതിയിലാണ് കണ്ടുപോകുന്നത്. There were 3 big developments in the world at the beginning of modern English period. മോഡേൺ ഇംഗ്ലീഷ് പീരീഡിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള 3 ബിഗ് ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ദ ഗ്രേറ്റ് റിനൈസൻസ്, ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് ദ ബ്രിട്ടീഷ് കൊളോണിയലിസം. ഈ 3 കാര്യങ്ങളും മോഡേൺ ഇംഗ്ലീഷിൻ്റെ ഒരു വളരെ പ്രൈം ഇൻസിഡൻസ് ആണ്. പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട 3 ഗ്രേറ്റ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 ആണ്. ദ റിനൈസൻസ് പീരീഡ്, ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് ദ ബ്രിട്ടീഷ് കൊളോണിയലിസം. ഡ്യൂറിങ് ദ ഇംഗ്ലീഷ് റിനൈസൻസ് മോസ്റ്റ് ഓഫ് ദി വേർഡ്സ് ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എൻറ്റേർഡ് ഇംഗ്ലീഷ്. ഈ റിനൈസ ടൈമിലാണ് ഗ്രീക്ക് അല്ലെങ്കിൽ ലാറ്റിൻ ഇൻഫ്ലുവൻസ് ഇംഗ്ലീഷിലേക്ക് കടന്നു വരുന്നത്. ന്യൂ ടെക്നിക്കൽ വേർഡ്സ് were added to the vocabulary. ട്രെയിൻസ്, എൻജിൻസ്, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ, ടെലിഗ്രാഫ്, ക്യാമറ എക്സെട്ര. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമാണ് നമ്മൾ ഇലക്ട്രോണിക് അല്ലെങ്കിൽ കൂടുതൽ ടെക്നോളജി വൈസ് കൂടുതൽ നമ്മൾ മുന്നോട്ട് വരാൻ തുടങ്ങിയത് ഈ ഒരു സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ടേംസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടുതലും മോഡേൺ ഇംഗ്ലീഷിലാണ് ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ 3 കാലഘട്ടങ്ങളെ പറ്റിയിട്ട് പറയുമ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഐ ഹോപ്പ് ദിസ് ഹോൾ സീരീസ് വുഡ് ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്നോളജ് English in a better way. So I hope you enjoyed it as well. So for further content, please do subscribe, like, and voice down your thoughts in the comment section as well. So thank you and have a nice day.